ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ 2024 ജൂലൈ 1 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജനറലായിട്ടും വളരെ ഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ പല PSC പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു BNS, BNSS, BS തുടങ്ങിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ PSC എക്സാമിന് ഞാൻ എന്തുകൊണ്ടാണ് ജനറൽ PSC എന്ന് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിഫോം പോസ്റ്റുകൾക്ക് ഇത് ഒന്നുകൂടി ഡെപ്തിൽ പഠിക്കേണ്ടി വരും. ഓരോ ചാപ്റ്റേഴ്സും ഓരോ സെക്ഷൻസൊക്കെ ഡെപ്തിൽ പഠിക്കേണ്ടി വരും. നമ്മളൊരു ജനറൽ PSC എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അവർക്ക് എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു സ്പെക്ട്രം. അപ്പോൾ ഈ ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പുതിയ ക്രിമിനൽ നിയമങ്ങൾ പല ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. BNS, BNSS, BS ഇങ്ങനെ പല ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. അത് ചോദിച്ചിട്ടുണ്ട്. അതായത് IPCക്ക് പകരമായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCക്ക് പകരമായിട്ട് വന്ന പുതിയ ക്രിമിനൽ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത, BNS. അതിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, ഭാരതീയ ന്യായ സംഹിത എന്നാണ്. ഇനി ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് 1898 അതിന് പകരമായിട്ട് വന്നതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഒരു പരീക്ഷയ്ക്ക് ഇത് ചേരുമ്പടിയായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 അതിന് പകരമായിട്ട് വന്നതാണ് ഭാരതീയ സാക്ഷ്യ, എവിഡൻസ്, സാക്ഷ്യ. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ, എവിഡൻസ്, സാക്ഷ്യ അല്ലേ. അപ്പോൾ BNS എന്ന് പറഞ്ഞ ഭാരതീയ ന്യായ സംഹിത എന്നാണ്. അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് 1898 അതിന് പകരമായിട്ട് വന്നതാണ്. ഭാരതീയ സാക്ഷ്യ എന്ന് പറയുമ്പോൾ 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് ബദലായിട്ട് വന്നിട്ടുള്ള പുതിയ ക്രിമിനൽ നിയമമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി. ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് മൊത്തമായിട്ട് പറയുന്നില്ല. For a long period, it has been recognized that a revamp the criminal justice system in India is necessary. The existing laws stemming from the colonial era no longer represent the present day dynamics and aspirations of Indian society. അപ്പോൾ ഈ മൊക്കാളെ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1860, 1898, 1872, അതായത് 18ാം നൂറ്റാണ്ടിലുള്ള പല നിയമങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശിക്ഷകളുമായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു 18ാം നൂറ്റാണ്ടിലെ ആ ഒരു കുറ്റത്തിനുള്ള ശിക്ഷകളായിരിക്കും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പഴയ ക്രിമിനൽ ലോസിൽ പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് ഈ കാലഘട്ടത്തിൽ അത്തരം ആ ഒരു 18ാം നൂറ്റാണ്ടും ഈ കാലഘട്ടം നോക്കുമ്പോൾ ശിക്ഷാ നടപടികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്, ഒരുപാട് റീഅറേഞ്ച്മെന്റ് പല ആക്ടുകളും കൊണ്ടുവരേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് അതായത് അതായത് ഈ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിലുള്ള എല്ലാ സെക്ഷൻസും എടുത്തു കളയാന്നല്ല, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക, ശിക്ഷകളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തുക എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിട്ടുള്ളത്. അത് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റികൾ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതിയ റിഫോംസ് കൊണ്ടുവരാൻ ഈ ഒരു നിയമങ്ങളിൽ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതിലൊക്കെ പല റിഫോംസ് കൊണ്ടുവരാൻ പല കമ്മിറ്റികൾ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം കമ്മിറ്റികളാണ് ബെസ്ബാറോ കമ്മിറ്റി, വിശ്വനാഥൻ കമ്മിറ്റി, മാലിമത് കമ്മിറ്റി, മാധവ് മേനോൻ കമ്മിറ്റി. ചിലപ്പം ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. അപ്പോൾ ബെസ്ബാറോ കമ്മിറ്റി, വിശ്വനാഥൻ കമ്മിറ്റി, മാലിമാത്ത് കമ്മിറ്റി, മാധവ് മേനോൻ കമ്മിറ്റി. പിന്നെ പല ആൾക്കാരും ക്ലാസ്സിൽ പറയാറുണ്ട് എന്താണ് മലയാളം നോട്ട് തന്നൂടെ. അപ്പോൾ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കണ്ടന്റ്സ് ഒക്കെ ഞാൻ കൂടുതലായിട്ടും എടുക്കുന്നത് നമ്മുടെ നാഷണൽ ലെവലുള്ള സൈറ്റുകളിലൊക്കെയാണ്, ഇപ്പോൾ IAS ചാനലുകൾ അതിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിൽ നമുക്കറിയാലോ UPSC എക്സാമിന് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഇംഗ്ലീഷ് നോട്ട്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല കറക്ഷൻസും വരും, കറക്റ്റ് ഒരു മീനിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്. അതിനുള്ള ഒരു ക്ഷമ പോലും പലരും കാണിക്കാറില്ല. ഞാനത് ഓരോ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടെങ്കിലും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ഷമ കൂടി കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട റിഫോംസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് ദ ന്യൂ ക്രിമിനൽ ലോസ്, ദ ഭാരതീയ ന്യായ സംഹിത, ദ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ആൻഡ് ദ ഭാരതീയ സാക്ഷ്യ അധിനിയം ആർ ടേക്കിംഗ് എഫക്ട് ഫ്രം ജൂലൈ 1, 2024. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്നോട്ടാണ് എഫക്ട് ആവുന്നത്, എന്നോട്ടാണ് അതിന്റെ ആ ഒരു പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ് 2024 ജൂലൈ 1, 2024 ജൂലൈ 1, 1724 2024 ജൂലൈ 1 പുതിയ ക്രിമിനൽ നിയമങ്ങൾ എഫക്ട്, അതായത് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കറന്റ് അഫെയറും ഇനി അങ്ങോട്ട് ഫാക്ട് ആയിട്ട് മാറാൻ പോകുന്ന ഒരു സംഭവമാണ്. ഷാഫി ഈസ് അക്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് FIR രജിസ്റ്റേർഡ് അണ്ടർ ദ ന്യൂ ക്രിമിനൽ ലോ ഭാരതീയ ന്യായ സംഹിത ഇൻ കേരള അറ്റ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഈ ജൂലൈ 1 2024 ഈ ഒരു പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു BNS പ്രകാരം IPCയുടെ പുതിയ പേരാണ് BNS. അത് ചോദിക്കാട്ടോ, IPCനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. IPCയുടെ പുതിയ പേരാണ് ഭാരതീയ ന്യായ സംഹിത. അത് പ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് FIR രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു വ്യക്തിയാണ് ഷാഫി, ഏതാണ് ആ വ്യക്തി അതൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാം, ഈ BNS പ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് FIR രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്നത്. ഇനി സൂൺ ആഫ്റ്റർ ദ ഭാരതീയ ന്യായ സംഹിത came into effect on July 1, a bike theft incident in Madhya Pradesh Gwalior district became the first case to be registered under India's new criminal code. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ ആദ്യമായിട്ട് BNS പ്രകാരം FIR രജിസ്റ്റർ ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ്. ഇന്ത്യയിലാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ, മധ്യപ്രദേശ് നമ്മുടെ 8057മായി ബന്ധപ്പെട്ട് പഠിച്ചൊരു സ്ഥലമാണ് ഗ്വാളിയോർ അല്ലേ. അപ്പോൾ മധ്യപ്രദേശിലെ ഗ്വാളിയോറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് രജിസ്റ്റർ ചെയ്തത്, കേസ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിലാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, ഇന്ത്യയിലാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ. The BNS comprises 20 chapters and 358 sections. Its structure is similar to that of the IPC. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ IPCന്ന് BNSലോട്ട് മാറുമ്പോൾ മൊത്തത്തിൽ അത് മാറ്റിക്കളയുമില്ല, ആ മൊത്തം തുടച്ചു മാറ്റുമല്ല. എന്താണ്, IPCയിൽ കുറച്ച് റിഫോംസ് കൊണ്ടുവരിക, കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, ചില ശിക്ഷകളൊക്കെ ഒന്ന് കൂട്ടുക, ചില എന്താ പറയുക, പല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, IPCയിൽ ആക്ച്വലി 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. IPCയിൽ 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് BNSലോട്ട് മാറുമ്പോൾ എത്ര സെക്ഷൻസ് ആയിട്ട് ചുരുങ്ങി, 358 സെക്ഷൻസ് ആയിട്ട് ചുരുങ്ങി. അപ്പോൾ പല സെക്ഷൻസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എത്ര ചാപ്റ്റേഴ്സ് ആണ് BNSലുള്ളത്, 20 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒന്ന് പഠിക്കും. ഇപ്പോൾ ചാപ്റ്റർ 7 എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുകളിൽ നടക്കുന്ന, സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ക്രിമിനൽ ആ ഒരു പ്രൊസീജിയേഴ്സ്, അത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് നൽകുന്ന ശിക്ഷകൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 7. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയത് ഈ സ്റ്റേറ്റ് ചിലപ്പോൾ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് ശിക്ഷാ നടപടികൾ പറയുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 7. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജനറലി ചോദിക്കും. അപ്പോൾ വിമൻസുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ണ് ഓടിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞാൽ ഇത് നമ്മൾ ജനറൽ PSC ആ ലെവലിലാണ് പഠിക്കുന്നത്, ഒരു എന്താണ് യൂണിഫോം പോസ്റ്റ് ലെവലിലല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ലെവലിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അതിനുള്ള ശിക്ഷകൾ പറയുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, IPCയിൽ ടോട്ടൽ 511 സെക്ഷൻസ് ഉണ്ട്. പക്ഷേ BNSലോട്ട് മാറിയപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്, 358 സെക്ഷൻസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പോൾ അതറിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ ചിലപ്പം ചോദിക്കാം എത്ര സെക്ഷൻസ് ആണ് BNSൽ, എത്രയാണ്, 358 സെക്ഷൻസും 20 ചാപ്റ്റേഴ്സും. IPCയിലാണെങ്കിൽ 511 511. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ, നമ്മളൊരു പുതിയ ആക്ട് ഒക്കെ പാസ്സാകുമ്പോൾ അത് പാർലമെന്റിൽ ലോകസഭയിൽ പാസ്സാക്കിയതെന്നാണ്, അതുപോലെ തന്നെ രാജ്യസഭയിൽ പാസ്സാക്കിയതെന്നാണ്. ഓക്കെ, പാസ്സാക്കിയ വ്യക്തി ആരാണ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് എത്രാമത്തെ ആക്ട് നമ്മൾ 2023 45ാം ആക്ട് ആണ്. ഓക്കെ, 2023 45ാം ആക്ട് ആണ്. ഇനി ലോകസഭയിൽ ഈ ഒരു ആക്ട്, ഈ ഒരു ബില്ല് പാസ്സായത്, ലോകസഭയിൽ ഈ ഒരു ബില്ല് പാസ്സായത് എന്നാണ് 2023 ഡിസംബർ 20. എന്താണ്, 20/12/23 ലോകസഭയിൽ പാസ്സായി. തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭയിലും പാസ്സായി. ഈ ലോകസഭയിൽ അവതരിപ്പിച്ച വ്യക്തിയെ നമ്മൾ പഠിക്കുന്നുണ്ട്, അടുത്ത ഒരു സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലോകസഭയിൽ പാസ്സാക്കിയ ദിവസം 20/12/23, രാജ്യസഭയിൽ പാസ്സാക്കിയ ദിവസം എന്നാണ് 21/12/23. ഇനി പ്രസിഡന്റിന്റെ ശുപാർശക്കായിട്ട് അയച്ച ദിവസമാണ് 25 ഡിസംബർ 2023. 25 ഡിസംബർ 2023 പ്രസിഡന്റിന്റെ, നമുക്കറിയാലോ ഇന്ത്യയിലൊരു ബില്ല് ആക്ട് ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം, ആദ്യം ലോകസഭയിൽ പാസ്സാവണം, പിന്നെ രാജ്യസഭയിൽ പാസ്സാവണം, പിന്നെ പ്രസിഡന്റിന്റെ അനുമതി ലഭിക്കണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതക്ക് അനുമതി നൽകിയിട്ടുള്ള പ്രസിഡന്റ് ആരാണ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ്. ദെൻ പ്രാബല്യത്തിൽ വന്നതാണ് 2024 ജൂലൈ 1. അപ്പോൾ ഈ 4 ഒരു
2024 ജൂലൈ 1 ഈ 4 ഡേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലോക്സഭയിൽ പാസ്സാക്കിയത് 20/12/23, രാജ്യസഭയിൽ പാസ്സായത് 21/12/23, ഇനി പ്രാബല്യത്തിൽ വന്നത് 1/7/24, 7 മാസങ്ങൾക്ക് ശേഷം അല്ലേ. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ലോക്സഭയിൽ പാസ്സായ ദിവസം. അപ്പോൾ അത് പറഞ്ഞല്ലോ, അപ്പോൾ മനസ്സിലാക്കാം. ലോക്സഭയിൽ ആദ്യം ഈ ബില്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആദ്യം പാസ്സായില്ല, പിന്നെ രണ്ടാം തവണ അവതരിപ്പിച്ചപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, പാസ്സാവുന്നത്. അതാണ് ദ ഭാരതീയ ന്യായ സെക്കൻഡ് സൻഹിത ബിൽ. അപ്പോൾ അതായത് ഫസ്റ്റ് തവണ എന്ത് ചെയ്തു, ഇത് പാസ്സായില്ല ലോക്സഭയിൽ, അപ്പോൾ സെക്കൻഡ് തവണയാണ് പാസ്സായത്. സോ ഈ ഒരു ചോദ്യം, ബിൽ സിറ്റേഷൻ എന്ന് പറയുന്ന ചോദ്യം അടുത്തൊരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിരുന്നു. അതായത് ലോക്സഭയിൽ എത്രാമത്തെ ബില്ലായിരുന്നു, ഓക്കെ, ഈ ഒരു ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ബില്ല് ലോക്സഭയിൽ എത്രാമത്തെ ബില്ലായിരുന്നു എന്നുള്ള ചോദ്യം വന്നിരുന്നു. എത്രാമത്തെയാണ്, 173/2023 ആണ്. നമ്മൾ PSCയുടെ എക്സാമിന്റെ കോഡൊക്കെ പറയുന്ന പോലെ 173/2023 എന്ന് പറയുന്ന കോഡാണ് ആ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ബില്ലിന്റെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തി ആരാണ്, നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. ഇൻട്രൊഡ്യൂസ് ദിവസമാണ് 12 ഡിസംബർ 2023. അത് അതിൽ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ പാസ്സാക്കിയ ദിവസം നമ്മൾ അറിയാലോ, പാസ് ദിവസം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 20 ഡിസംബർ 2023. ഈ ഡേറ്റ് പഠിച്ചു നോക്കുക. പിന്നെ ആ ബിൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന നമ്പർ ഓർത്തിരിക്കുക, 1/7/3/2023, 1/7/3/2023. ഓക്കെ ആണല്ലോ. പിന്നെ രാജ്യസഭയിൽ എന്താണ് റിസീവ് ചെയ്ത ദിവസം, അതായത് ലോക്സഭയിൽ പാസ്സാക്കിയപ്പോൾ എന്താണ് രാജ്യസഭയിലേക്ക് അത് അയച്ചു. രാജ്യസഭയിൽ എന്താണ് തൊട്ടടുത്ത ദിവസം 21 ഡിസംബർ 2023 പാസ്സായി. ഓക്കെ ആണല്ലോ. പിന്നെ 2 ചാമ്പറിലും എന്താണ് 21 ഡിസംബർ 2023 2 ചാമ്പറിലും, അതായത് രാജ്യസഭയിലൂടെ പാസ്സാവുന്നത് കൂടിയിട്ട് അത് ഒഫീഷ്യലി 2 സഭയിലും അത് പാസ്സായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഡേറ്റ് ആണ് പാസ്സായത്. അപ്പോൾ ഈ BNSുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ PSC ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ പറയുക, ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട CA അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.